റാപ്പർ വേടന് 8ന്റെ പണിയുമായി വനംവകുപ്പ് രംഗത്ത് വന്നിരിക്കുകയാണ്. പുലിപ്പല്ല് കൊണ്ട് നിർമ്മിച്ച മാല ധരിച്ചതിനും അത് അനധികൃതമായി കൈവശം വെച്ചതിനുമാണ് വനംവകുപ്പ് കേസെടുത്തിരിക്കുന്നത്. അന്ന് ഒരുപാട് പേർ അതിനെ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്തിരുന്നു. അത് വ്യാജ പുലിപ്പല്ലാണ്, ഷോയ്ക്ക് വേണ്ടി ധരിക്കുന്നതാണ് എന്നൊക്കെ നിലയിലുള്ള പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ടായിരുന്നു. ഇന്ന് അതിനൊക്കെ വ്യക്തമായ ധാരണ വന്നിരിക്കുകയാണ്. എന്തായാലും നമുക്ക് വാർത്ത ഒന്ന് കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പങ്കുവയ്ക്കാം. ഏപ്രിലാണ് വേടന്റെ പക്കൽ നിന്ന് ഈ മാലയിൽ കുരുത്ത നിലയിലുള്ള പുലിപ്പല്ല് കണ്ടെത്തിയത്. പ്രാഥമിക പരിശോധനയിൽ വനം വകുപ്പിന് അത് പുലിപ്പല്ലാണെന്ന് ബോധ്യമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അനധികൃതമായി ഇത് കൈവശം വെച്ചതിന് കേസെടുത്ത് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയി. തുടർന്ന് ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് ജാമ്യത്തിൽ വിടുകയും ഒക്കെ ചെയ്തിരുന്നു. നിലവിലെ റിപ്പോർട്ട് പ്രകാരം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വേടനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്താൻ സാധ്യതയുണ്ട്. വന്യസംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 39, 51 പ്രകാരം ജാമ്യമില്ലാത്ത വകുപ്പുകൾ വേടനെതിരെ ചുമത്തിയാൽ 7 വർഷം വരെ തടവും 10,000 തൊട്ട് 25,000 രൂപ വരെ പിഴയും ലഭിക്കാൻ സാധ്യതയുണ്ട്. വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് ചാർജ് ഷീറ്റ് അടക്കം കൊടുക്കുന്നതിന് മുൻപായി വിശദമായിട്ടുള്ള പരിശോധന ആവശ്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കൊൽക്കത്തയിലെ സുവോളജിക്കൽ ലാബിൽ കോടതി വഴി പരിശോധനയ്ക്ക് അയച്ചത്. അതിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് ആനിമൽ പാർട്ടിക്കിൾ ആണ് എന്നതാണ് ആ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്. അതായത് പുലിപ്പല്ലാണെന്നത് സ്ഥിരീകരിക്കുകയാണ്. വനം വകുപ്പ് നടപടി കടുപ്പിച്ച റാപ്പ് ബേർഡ് ലോകത്തിനും ആരാധകർക്കും അത് വലിയൊരു തിരിച്ചടിയായി മാറും. പിന്നെ ഈ പുലിപ്പല്ല് കേസിൽ ഏതോ ഒരു ശ്രീലങ്കൻ വംശജനായ ആരാധകൻ വേടന് ഗിഫ്റ്റായി കൊടുത്തേണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ അറസ്റ്റ് ചെയ്യേണ്ടത് ആ വ്യക്തിയാണ്. കാരണം വേടൻ അത് ഗിഫ്റ്റായി കിട്ടിയതാണ്. അപ്പോൾ അത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊന്നും വേടൻ ചിലപ്പോൾ തേടിപ്പോകണം എന്നില്ല. അത് വെച്ച് നോക്കുമ്പോൾ വേടന്റെ നിരപരാധിത്വത്തെ ചെറുതായി അടയാളപ്പെടുത്തുന്നില്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് താഴെ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.